ഹലോ. ഹലോ. ഓക്കെ, പറ്റുന്നുണ്ടല്ലേ? താങ്ക് യു. യാ പറ്റുന്നുണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ മാമിനി. കുഴപ്പമില്ല, യാ ഇപ്പൊ ഓക്കെ ഓക്കെ. ആയിട്ടുണ്ട്. താങ്ക് യു. സോ ഗുഡ് മോർണിംഗ് എവരി വൺ. എൻ്റെ പേര് അഫ്നാൻ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. തിരുവരങ്ങാടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സജിന മാമിൻ്റെ ഒരു മോർണിംഗ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ഈ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും ഒരു ദിവസം തുടങ്ങാൻ എന്തുകൊണ്ടും നല്ലതാണ് ഒരു മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഒരു യോഗ ചെയ്യുന്നതിലൂടെ നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഒന്ന് ഉണർത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും നമ്മൾ സ്ഥിരം ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരുപാട് മുറിവുകൾ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷന് നോ യുവർ സെൽഫ് എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് സർക്കിളിലെ ടോപ്പിക്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണ്. ചെറിയ ആളുകൾ ആരും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് എത്രത്തോളം അറിയാം? ഇപ്പൊ 10-25 അല്ലെങ്കിൽ 40-45 വർഷത്തോളം വരെ നമ്മൾ ജീവിക്കുന്നു. ഈ ഒരു കാലയളവിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് നമ്മൾ, അല്ലെങ്കിൽ ആരാണ് നമ്മൾ, ഇത് നമുക്ക് പറയാൻ പറ്റൂല. പല ആളുകൾക്കും പറയാൻ സാധിക്കൂല. നിന്നെ കുറിച്ച് നിനക്ക് എന്താ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനിങ്ങനെയൊക്കെ തന്നെ പോകുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ഇമോഷൻസിനെ കുറിച്ചിട്ട്, നമ്മുടെ തോട്ട്സിനെ കുറിച്ചിട്ട്, നമ്മുടെ ബിലീഫ്സിനെ കുറിച്ചിട്ട്, നമ്മുടെ മോട്ടിവേഷനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വല്ല ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മളെ കുറിച്ചിട്ട്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തോട്ട്സ്, ബിലീഫ്സ്, എന്താണ് എൻ്റെ ബിലീഫ്, എന്താണ് എൻ്റെ തോട്ട്സ്, എന്താണ്? അപ്പൊ നമ്മുടേതായിട്ടുള്ള തോട്ട്സ്, മോട്ടിവേഷൻസ്, ഇമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. മിക്ക പേരും ചിന്തിക്കാൻ ഇടയില്ല. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മള് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവും, അല്ലെ? അപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇതുവരെ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരു ജീവിതത്തിന്റെ ഓരോ ഘട്ടം ഘട്ടം പോകുന്ന സമയത്ത് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളായിക്കോട്ടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആയി. ലേഡീസിനെ സമയത്തോളം അവര് വീട്ടിന്റെ കുറെ റെസ്പോൺസിബിലിറ്റി, കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി, പഠനം, ജോലി, അങ്ങനെയായിട്ട് പോകും. അപ്പൊ നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാവും പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരോടുകൂടി കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചോണ്ടേ ഇരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റൂല, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിലങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഞാൻ എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ മുമ്പ് പറ്റും? ഒന്നും ചിന്തിക്കാറുണ്ടായിരുന്നില്ല. ഉം. മുമ്പും അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ട്. ഉണ്ട്. യെസ്, വെരി ഗുഡ്. അതാണ് നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഒരു ഡെയിലി റൂട്ടീൻ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ചില ആളുകൾ ചിന്തിക്കും, എപ്പോന്ന് വെച്ചാൽ ആഘാതമായ മുറിവുകൾ മനസ്സിനോ ശരീരത്തിനോ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. നമുക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തായാലും ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തിപ്പോ ഉണ്ടായത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ സമയത്ത് ഒഴികെ എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്.
ഇപ്പൊ നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ആരാന്ന് ചോദിച്ചാല് നിങ്ങൾ എന്താ പറയാ? നിന്നെ കുറിച്ച് കൂടുതലായിട്ട് ആർക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ അത് ഫ്രണ്ട്സ് ആയിരിക്കും, അതല്ലാന്നെങ്കിൽ മദേഴ്സ് ആയിരിക്കാം. എന്നെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എൻ്റെ അമ്മയ്ക്കാണ്, അല്ലാന്നെങ്കിൽ എൻ്റെ ബെസ്റ്റ് സുഹൃത്തിനാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലേ? ഏതൊരു വ്യക്തിക്കും നമ്മളെ കുറിച്ച് അറിയുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആരും അത്ര ഡീപ്പായിട്ട് ഓപ്പൺ ആയിട്ട് ഒരാളെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കൂല. അത് എത്ര വലിയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, മദേഴ്സ് ആയിക്കോട്ടെ, ഫാദേഴ്സ് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പല സീക്രട്ടും അത് സീക്രട്ടായി കണ്ട് നമ്മോടൊപ്പം അലിഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് അത് നമുക്ക് മാത്രമാണ്. ഓരോ വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അതൊക്കെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ അത് ബിഹേവ് ചെയ്യുന്നുണ്ട്. അല്ലെ, വീട്ടിലൊരു ബിഹേവിയറിങ് അല്ല നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പം അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും എന്ന് കരുതി നമ്മളെ കൊളീഗ്സിനെ കാണുമ്പോൾ വേറെ ആറ്റിറ്റ്യൂഡാണ്, സ്റ്റുഡൻസിനെ കാണുമ്പോൾ വേറെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ അവരെ പിന്നെ സ്വീകരിക്കണം, അവരോട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഒരു മനുഷ്യനറിയാം. അപ്പൊ ഇവിടെ മനുഷ്യന്റെ ആ ഒരു യുക്തി കാരണം അവന് ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് അവനറിയാം. പക്ഷേ അവര് കാണുന്നത് ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണോ ഇടപെടുന്നത്, അത് മാത്രമാണ്. യഥാർത്ഥ നീ എന്താണെന്നുള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ നീ, നിന്റെ സ്വഭാവം, നിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള്, ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നിന്റെ ലിമിറ്റേഷൻസ്, നിന്റെ ത്രെട്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് മാത്രമുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ചില ആളുകൾക്ക് അറിയിക്കൂടായില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ പെട്ടുപോകുന്ന ആളുകളുണ്ട്. തുറന്നു പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കത് സാധിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നോ എന്ന് പറയാൻ മടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. ഇതില് പിന്നെ ജൊഹാരി വിൻഡോ എന്ന് പറഞ്ഞൊരു ഒരു ടെക്നിക്ക് ഉണ്ട് സൈക്കോളജിയിൽ. രണ്ട് പ്രശസ്തരായ മഹാന്മാർ ഉണ്ടാക്കിയ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത്. അതിൽ 4 വിൻഡോസ് ആണ് സൈക്കോളജിക്കലി ഉണ്ട് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് ഓപ്പൺനെസ് ആണ്. ഓപ്പൺ വിൻഡോ എന്നാണ് ഫസ്റ്റത്തെ വിൻഡോ എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് നമുക്കും മറ്റുള്ളവർക്കും നമ്മളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അയാൾ ഭയങ്കര ഓപ്പൺ ആണ്, ഭയങ്കര കൂളാണ്, കാമാണ്, അവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ അവൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്ന നടക്കുന്ന ആളുകളുണ്ട്. ഓപ്പൺ, അവര് എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന, വീട്ടിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും അവർ ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ആളുകളെയാണ് ഈ ഓപ്പൺ വിൻഡോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വിൻഡോ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആണ്. ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക്, നമുക്ക് എന്താ പറയാ, മറ്റുള്ളവർക്കൊക്കെ അറിയാം, പക്ഷെ എനിക്കൊന്നും അറിയില്ല. അവർക്ക് എന്നെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ മറ്റുള്ളവർ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഞാൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷെ അവർക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളതാണ് ബ്ലൈൻഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വിൻഡോ ആണ് ഹിഡൻ വിൻഡോ. ഹിഡൻ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ മനസ്സ്, ഞാൻ എന്താണ്, അത് ഹിഡൻ ആണ്. അത് ഞാൻ ആരുടെ മുമ്പിലും ഓപ്പൺ ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് എന്നെ കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയുന്ന ഒരു ജൊഹാരി വിൻഡോ ആണ് ഹിഡൻ വിൻഡോ എന്ന് പറയുന്നത്. അയാളെ കുറിച്ച് അയാൾ എപ്പോഴും സീക്രട്ട് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ മാസ്ക് ഇട്ടുകൊണ്ട് ഒരു പുറത്തിറങ്ങുമ്പോൾ ഒരു മാസ്ക് ഇടുമെന്ന് പറയും. അതായത് മാസ്ക് ഇടുക എന്നുള്ളതല്ല, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ, നമ്മുടെ ഹാബിറ്റ് എന്താണോ, നമ്മുടെ ബിഹേവിയർ എന്താണോ അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു പേഴ്സണായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ഹിഡൻ വിൻഡോ കാറ്റഗറിയിൽ പെടുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ വിൻഡോ ആണ് അൺനോൺ വിൻഡോ. ഞാനാണെന്ന് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല, ആർക്കും അറിയാത്ത ഒരു വ്യക്തിത്വം, ആർക്കും ഒരു പിടുത്തം തരാത്ത, അല്ലെങ്കിൽ ഓളത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല,
അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു ധാരണയില്ല, അയാൾ അങ്ങനെ പോകുന്നുണ്ട് എന്ന രീതിയിൽ പറയുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് സ്വയം ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ 4 വിൻഡോസ് ആണ് ഒരു സൈക്കോളജിക്കൽ ടെക്നിക്ക് നമ്മുടെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ. ഇതിൽ ഏത് വിൻഡോയിലാണ് ഞാൻ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടോ, എൻ്റെ ഇമോഷൻസിനെ കുറിച്ചിട്ടോ, എൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടോ, എൻ്റെ തോട്ട്സിനെ കുറിച്ചിട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഏതറ്റം വരെ പോകാൻ പറ്റും? എന്താണ് എന്നെ ബാക്കിലേക്ക് വലിക്കുന്ന ആ ത്രെറ്റ്, എന്താണ് ആ ലിമിറ്റേഷൻസ്, എന്താണ് എന്നെങ്കിലും എനിക്കത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഇരുത്തി ചിന്തിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ലോകം ഒരുപാട് വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ട്, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബൗണ്ടറി പലർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ബൗണ്ടറീസ് ഉണ്ടാവും. ഒരു പരിധി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റൂല. അവിടെ ഒരു എന്താ പറയാ, ഒരു പിടിച്ചു നിർത്തൽ ഉണ്ടാകാം. ചിലപ്പോൾ അത് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പല കടമകൾ, ഈവൻ റെസ്പോൺസിബിലിറ്റി അതല്ല, എന്തൊക്കെയോ നമ്മൾ പിടിച്ചത്, ഫാമിലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ടൈം ആയിരിക്കാം. ഇങ്ങനത്തെ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ടാവും. നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി, ഇന്റലക്ച്വലി ഒക്കെ നമ്മൾ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്. ടൈം ആയിരിക്കും അതിൽ ഏറ്റവും വലിയ ബൗണ്ടറി. അതേപോലെ ഇമോഷൻസ്, ഈ റെസ്പോൺസിബിലിറ്റി, ഈ 3 കാര്യങ്ങളായിരിക്കും ഏറ്റവും ഭയങ്കര ബൗണ്ടറി ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത്. ഈ ബൗണ്ടറീസിനെ നമ്മൾ എന്ന് ഡയർ ചെയ്യുന്നോ, ഈ ബൗണ്ടറീസിനെ എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നോ, അന്നാണ് നമുക്ക് നമ്മളെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. ആസ് എ ഹ്യൂമൻ, ആസ് എ ഇൻഡിവിജ്വൽ, നമുക്ക് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ബൗണ്ടറീസിനെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റുന്നത് ഈ ബൗണ്ടറീസിനെ എന്താ പറയുക, ക്രാക്ക് ചെയ്യുമ്പോഴാണ്. ടൈം ആയിക്കോട്ടെ, റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി, ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി നമുക്ക് ഈ ബൗണ്ടറീസിനെ എപ്പോഴാണോ ക്രാക്ക് ചെയ്യാൻ പറ്റുക, ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബൗണ്ടറീസിനെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഏകദേശം 6 ടെക്നിക്സ് ഉണ്ട് നമ്മുടെ മനസ്സിലാക്കാൻ. എന്താണ് ഞാൻ, എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എന്തായിരുന്നു, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റും, ഇതുവരെയുള്ള ഞാനാണോ ഞാൻ, അതല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതിലാണ് ഈ എക്സ്പാൻഡ് അവർ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സ്പാൻഡ് അവർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. കാലം മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറണമെന്ന് പറയാറുണ്ട്. പണ്ടത്തെ ചിന്താഗതിയുള്ള വ്യക്തികൾക്ക് ഇന്നത്തെ സാഹചര്യവുമായിട്ടും സമൂഹമായിട്ടും കുട്ടികളുമായിട്ടും ഇന്നത്തെ ജെൻസി ജനറേഷൻസുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ ഉള്ള ഒരു സാഹചര്യമോ ചുറ്റുപാടോ അല്ല ഇന്ന് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടെക്നോളജിക്കലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ ആ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇങ്ങനെ അത് ക്രാക്ക് ചെയ്യണം. അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഏതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്വപ്നം കണ്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഈ നോ പറയാനുള്ള സാഹചര്യം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പല ചുറ്റുപാടുകളായിരിക്കാം, ഫാമിലി ആയിരിക്കാം. നമ്മൾ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്തെങ്കിലും അത് ക്രാക്ക് ചെയ്ത് മുന്നോട്ട്, ആ ബൗണ്ടറി ക്രാക്ക് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? മേ ബി തോന്നായിരിക്കാം. അതേപോലെ മൂന്നാമത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ സ്പോസിന്, കുട്ടികളെ, പാരൻസിന്, നമ്മുടെ സമൂഹത്തിൽ ആരെയും നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാൻ പറ്റും.
നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ഫിസിക്കൽ, ഇമോഷണൽ, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്, പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവങ്ങൾ, ഇതൊക്കെ നിരീക്ഷിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കുന്നതിന് പകരം, ഹലോ, ആം ഐ ഓഡിബിൾ? ഹലോ, കേൾക്കാമോ? ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്, ഓക്കെ. ഓഡിബിൾ ആണ്. ഇടയ്ക്ക് വോയിസ് എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഇവിടത്തെ റേഞ്ച് ഇഷ്യണോന്ന് അറിയില്ല കേട്ടോ. ആണോ? ഓക്കെ, ഓക്കെ. സോ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, കോംപ്ലക്ഷൻ ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് A to Z നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ ഓരോ ബോഡി പാർട്സിനായിക്കോട്ടെ, നമ്മുടെ ബിഹേവിയറിനായിക്കോട്ടെ, നമ്മളെ ഹാബിറ്റിനായിക്കോട്ടെ, ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും അവരോട് പൊരുത്തപ്പെടാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മീ ടൈം എന്നുള്ളത്. നമ്മൾ എത്ര പേര് നമ്മൾക്ക് ഒരു മീ ടൈം കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആരെങ്കിലും അങ്ങനത്തെ മീ ടൈം ഒക്കെ ചെലവഴിക്കുന്ന ആളുകളുണ്ടോ? നമ്മളെ സ്നേഹിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ. യെസ്. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്താണോ അത് നമ്മൾ എന്താ പറയുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതല്ലെങ്കിൽ എൻ്റെ കോംപ്ലക്ഷൻ ഇതാണ്, എൻ്റെ ബോഡി ജസ്റ്റർ ഇതാണ്, അതല്ല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഞാൻ പോരാ, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിലൊന്നുള്ള യോഗ്യത ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ അവരുടെ അത്ര ഒന്നും പോരാ, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുമ്പോഴും നമ്മള് ദൈവം പടച്ചു വിട്ടത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് നമ്മളത് തിരിച്ചറിയുന്നു, അന്ന് നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രയത്നിക്കുന്ന വേണം. അപ്പൊ ആ പ്രയത്നിക്കലിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഒരു ഒരു 10 കൊല്ലം, ഒരു 5-6 കൊല്ലം മുന്നേ, ഒരു 7 കൊല്ലം മുന്നേ എന്നെ കുറിച്ച് വലിയൊരു അഭിപ്രായം എനിക്കില്ലായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അന്ന് മുതലാണ് എനിക്ക് പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ തളർത്തുന്ന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എനിക്കൊരു വിഷയമില്ലാതെ തോന്നും. കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, റെസ്റ്റ്ലെസ് ആയിട്ട്, അതല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു മനസ്സിനൊരു ധൈര്യം വരും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, എന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിക്കുമ്പോൾ ഒക്കെ നമുക്ക് പറയാം, ഒരു മനസ്സിനൊരു ധൈര്യം തോന്നും, ഒരു ഇഷ്ടം തോന്നും നമ്മളോട് തന്നെ കൂടുതൽ, ഇനിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പാരിസൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതായി, നമ്മൾ ഒരു എങ്ങനെയാണോ, കോൺഫിഡൻസ് വരും അല്ലേ? അതെ, ഒരു സെൽഫ് കോൺഫിഡൻസ് വരിക, ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും നമുക്ക് വരിക. എന്താണ് നമ്മൾ എന്നുള്ളത്, നമ്മൾ ഈ കണ്ണാടിന്റെ മുന്നിൽ പോയി പറയണമെന്ന് പറയട്ടെ, എന്നും മോർണിംഗ് ആയിട്ട് ഒരു സെൽഫ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മളെ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസും ഒരു റെസ്പെക്റ്റും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കി പോകുന്നു, മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു. പക്ഷെ നമ്മളെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ, നമ്മളെ ബോഡിനെ കുറിച്ചിട്ടോ, നമ്മുടെ ബോഡി വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല ചിലപ്പോൾ, പലപ്പോഴായിട്ടും. കാരണം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ മീ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. ഇമോഷണലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ആവശ്യമുണ്ടാകുന്ന ഒരു ടൈമാണ് മീ ടൈം എന്നത്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ക്രിട്ടിക്കലായിട്ട്, ക്രൂഷ്യലായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, നമുക്ക് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കുക്കിംഗ് ആയിക്കോട്ടെ, ട്രാവലിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു. ഇതുവരെ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. എനിക്കിഷ്ടപ്പെട്ട പല ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയും കൂടി അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ചെന്ന് പെട്ട സാഹചര്യങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിട്ടിയ ജോലിക്ക് കയറുന്ന ആളുകളായിക്കോട്ടെ, കിട്ടിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അതുമല്ല അല്ലാന്നുണ്ടെങ്കിൽ എത്തിപ്പെട്ട സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകളായിരിക്കാം. പക്ഷെ പലപ്പോഴും അവര് ചിലപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടാവുന്നില്ല. ഒരു വ്യക്തി ഒരു ജോലി വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഭയങ്കര എന്താ പറയുക പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അയാൾ അത് ആഗ്രഹിച്ച് നേടിയെടുത്ത, അല്ലെങ്കിൽ ഒരുപാട് കാലം സ്വപ്നം കണ്ട പിന്നെ ആ ഒരു ജോലി പിന്നെ സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഇന്ന ഫീൽഡിലേക്ക് ഞാൻ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്തുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അയാൾക്ക് ആ ജീവിതവും ആ ജോലിയും ആ സാഹചര്യവും ആ ചുറ്റുപാടും ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി ഒരു വരുമാനം വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ ഇഷ്ടങ്ങളൊക്കെ ആര് നോക്കാൻ എന്നതാണ് പലർക്കും മുന്നിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷെ അത് വേണം. നമ്മള് പിന്നെ കുറച്ച് ഒരു 55-60 ഒക്കെ ആയ സമയത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറെ മുന്നൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ വിചാരിച്ച് അല്ലെ നമ്മൾ ജീവൻ വരെ കൊടുക്കും. മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എൻ്റെ മക്കള് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ പല സാഹചര്യത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ ചിറകുകൾ വെച്ചിട്ട് അതൊക്കെ പറന്നു പോകും. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇതുവരെ ഞാൻ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, ആർക്കൊക്കെയോ വേണ്ടി അറിഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ കിട്ടി, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എപ്പോഴെങ്കിലും എനിക്ക് അത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അതാണ് മീ ടൈം. അതും അല്ലെങ്കിൽ ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കുക, അത് എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ പുറത്തു പോയിട്ട് കുട്ടികളിൽ നിന്നും സ്പോർട്സിൽ നിന്നും നമുക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പോർട്സിന്റെ ഇടയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫാമിലിന്റെ ഇടയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ടൈം നമുക്കും കൊടുക്കുക എന്നുള്ളതാണ് മീ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ സ്പേസ് കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങളുടെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. പലർക്കും ഇപ്പോഴും നിങ്ങൾ സ്പോർട്സിനൊക്കെ ഒരുപാട് നമ്മൾ പോലും അറിയാത്ത പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. എനിക്കതായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ആംബിഷൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന് പലരും പറയാതെ പറയുന്നുണ്ടാകാം. പക്ഷെ അവർ ചിലപ്പോൾ അത് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, ഈ സമയപരിമിതി മൂലം അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുപാടുകൾ കാരണം അതൊക്കെ അവർ മാറ്റിവെക്കും. പക്ഷെ ഇതിനൊക്കെ റിഗ്രറ്റ് വരുന്നത് ഇത് ഒരു 55-60 വയസ്സൊക്കെ ആവുമ്പോൾ നമുക്ക് റിഗ്രഷൻ വരാൻ തുടങ്ങും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാകും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ ബോഡിയെ ചലിപ്പിക്കാനോ മൂവ് ചെയ്യാനോ, അതല്ല വിചാരിച്ച രീതിയിൽ നമുക്ക് എത്തിപ്പെടാനോ, നമ്മുടെ മൈൻഡിന് ചിലപ്പോൾ സഞ്ചരിക്കാം, പക്ഷെ ശരീരം കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല, സാഹചര്യങ്ങൾ കൂടെ സഞ്ചരിക്കാൻ പറ്റൂല. ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. അതേപോലെ അഞ്ചാമത്തെ ഒരു ടെക്നിക്കാണ് കൺട്രോൾ യുവർ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിന്റെ ഇന്റൻസിറ്റി. മാഡം, നാലാമത്തെ പോയിന്റ് മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? നാലാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? സോറി, മൂന്നാമത്തതാണ് ലവ് യുവർ സെൽഫ്. ഓക്കെ, ഒരു പോയിന്റ് വിട്ടു പോയിട്ടുണ്ട്, സോറി. നാലാമത്തെ പോയിന്റ് ആണ് ബി ജെന്യുവിൻ ടു യുവർ സെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് സത്യസന്ധമായിട്ട് നിൽക്കുക. ഹലോ, നാലാമത്തെ പോയിന്റ് ബി ജെന്യുവിൻ ടു യുവർ സെൽഫ്. നമ്മളെ എന്താ പറയാ കബളിപ്പിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓരോ വ്യക്തികൾക്കനുസരിച്ച് നമ്മൾ മാറും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ചുറ്റുപാടും
ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ജസ്റ്റേഴ്സ്, ബോഡി ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവിടെ നമ്മൾ പെരുമാറുന്ന രീതികളായിക്കോട്ടെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ എന്താണെന്ന് അറിയുന്നത് ഒരു സ്ഥലം, അത് നമ്മുടെ വീടാണ്, നമ്മുടെ ആ ഒരു പേഴ്സണൽ ഏരിയയാണ്, ഒരു പേഴ്സണൽ റൂമാണ്. അവിടെ നമുക്ക് എന്താ പറയാ ബൗണ്ടറീസ് ഇല്ല. അവിടെ നമ്മൾ പാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. നമ്മൾ ഒരിക്കലും കബളിപ്പിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമുക്ക് സന്തോഷം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുകൾ ഇല്ലാതിരിക്കുക. നമ്മൾ ചതിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ജെന്യൂനായിട്ട് പോസിറ്റീവായിട്ട് ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും പരിപാലിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടാനും നമുക്ക് സാധിക്കും. അതേപോലെ അഞ്ചാമത്തെ ടിപ്പാണ് അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിന്റാണ് കൺട്രോൾ യുവർ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? ഹാപ്പി ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് മനുഷ്യനെ സംബന്ധിച്ചോളം ഉണ്ട്. ഓരോ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ പോലെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴാണ് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന സാഹചര്യം എപ്പോഴാണെന്നുള്ളത്, എനിക്ക് എന്താണ് എൻ്റെ ഇമോഷൻ, എനിക്ക് എൻ്റെ എമോഷൻസിനെ എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് എൻ്റെ ഇമോഷൻസിന്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഒരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ നമ്മൾ ഒരുപാട് അട്ടഹസിക്കാറുണ്ട്, അത് എങ്ങനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് എൻ്റെ ഇമോഷൻസ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എൻ്റെ ഇമോഷൻസ് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ എന്താ പറയുക എക്സാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പലരും പല ആളുകളും പറയും നീ അങ്ങനെയാണ്, അവള് ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവള് ഭയങ്കര എന്താ പറയാ എടുത്തുചാട്ടക്കാരിയാണെന്നൊക്കെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ പലർക്കും പല കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ച് അങ്ങനെ പറയണമെന്നില്ല. ഓരോ വ്യക്തികൾ പല രീതിയിലാണ് അവരെ കാണുന്നത്. അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ ഈ പറയുന്ന നമ്മുടെ വിശേഷണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ വിശേഷണങ്ങൾ എപ്പോൾ മാറൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ്. അവിടെ പിന്നെ വേറൊരു സോഴ്സ് ഇല്ല, മാറ്റി പറയേണ്ട സോഴ്സ് ഇല്ല. മറ്റുള്ളവർ പറയുന്നത് അവർക്ക് ഓരോ സമയത്ത് തോന്നിയ രീതിയിൽ അവർ പറയുന്നതാണ്. പക്ഷെ പലപ്പോഴും അതാണ് പല ആളുകളും അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മോശമാണല്ലോ എന്നുള്ള ഒരു ധാരണ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ തോന്നിക്കോളന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇമോഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എനിക്ക് എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലേക്ക് എൻ്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് ശരിക്കും എത്രത്തോളം ഇമോഷൻസ് എനിക്കുണ്ട്, എനിക്ക് എങ്ങനെയാണ് അത് ഓരോ സാഹചര്യത്തിലും എനിക്കതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ തോട്ട്സിനെ, ഇമോഷൻസിനെ ഒരു A to Z ഒരു ഹ്യൂമൻ്റെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് കൂടി നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കാനും എൻ്റെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കാനും നമ്മളെ ബോൾഡ്നെസ് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ആൻഡ് സിക്സ്ത് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പറഞ്ഞാൽ അത് മറ്റുള്ളവർ തീരുമാനിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിങ് നമ്മളടുത്ത് വേണ്ടത്, മറ്റുള്ളവർക്ക് കൊടുക്കാതെ. കാരണം മറ്റുള്ളവർ കാരണം നമ്മൾ ചലിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു ഇതുണ്ട്, അതായത് നമ്മുടെ ഹാപ്പിനെസിന്റെ കീ അല്ലെങ്കിൽ ദ കീ ഓഫ് അവർ ഹാപ്പിനെസ് അത് നമ്മൾ ആണ് ഹോൾഡ് ചെയ്യേണ്ടത്. അത് ആ കീ മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ മോൾഡ് ചെയ്തെടുക്കേണ്ടതും നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടതും അത് നമ്മളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ന് മുന്നോട്ട് പോകുന്നു അന്ന് നമുക്ക് സമാധാനം, സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കീ ഓഫ് അവർ ഹാപ്പിനെസ് എന്ന് പറയുന്നത്
നമ്മുടെ സെൽഫ് ലവ് ആണ്. ആ നമ്മൾ സ്വയം നമ്മൾ എന്ന് മുതൽ സ്നേഹിക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ, പരിപാലിക്കുന്നുവോ, അന്ന് മുതൽ നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സമാധാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇത്ര ആണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. ആരെങ്കിലും ഇതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മാം. മാം ഈ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യോ? ഓക്കെ, ചെറുതായിട്ട് വോയിസ് ബ്രേക്കിംഗ് വന്നിട്ട് ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്നുകൂടെ ഒന്ന് പറയും. ഓക്കെ. ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ആ ബൗണ്ടറീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടൈം, ടൈം, ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തതാണ് എക്സ്പാൻഡ് യുവർ കോണ്ടെക്സ്റ്റ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ലവ് യുവർ സെൽഫ്, മീ ടൈം. നാലാമത്തെ പോയിന്റ് ബി ജെന്യൂൻ ടു യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളോട് ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് കൺട്രോൾ യുവർ ഇമോഷൻസ്. ആൻഡ് ഫൈനലി സിക്സ്ത് പോയിന്റ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ഓക്കെ മാം, താങ്ക് യു. Thank you. Any more questions? നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരകമായി. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇതൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് കുറെ കഴിയുമ്പോഴാണ്. അപ്പോഴേ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നേരത്തെ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും മാറ്റി വെക്കുന്നത് ഒരു അമ്മ, എക്സാമ്പിൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നത്. ഇങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ട്. യെസ്, ഞാൻ പറഞ്ഞത് മൊത്തമായിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നല്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമുക്കും കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോ വ്യക്തികളും ഭൂമിയിലേക്ക് വരുന്നത് മറ്റുള്ളവരെ സഹായിക്കാനായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഡിപ്പെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഒരു ഇൻഡിവിജ്വലിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭൂമിയിൽ താമസിക്കാനോ അല്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കാനോ സാധിക്കൂല. അത് എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കൂല. ഓരോ വ്യക്തികളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അത് ഷെൽട്ടറിനായിക്കോട്ടെ, ഫുഡിനായിക്കോട്ടെ, എന്തിനു വേണ്ടി ആയിക്കോട്ടെ, ആരും ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡന്റ് അല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടികൾ അവരുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കപ്പിൾസ് ആയിക്കോട്ടെ, പാരൻസ് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കണ്ട് മുന്നോട്ട് പോകണം എന്നല്ല. ഇതും വേണം. ഇത് ഉണ്ടായി കഴിഞ്ഞാലാണ് ജീവിതം മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ തിരക്കുകൾക്കിടയിലും നമ്മൾ ചിന്തിക്കാനും നമുക്ക് കുറച്ച് സമയം കണ്ടെത്താനും നിൽക്കണം എന്നുള്ളതാണ്. അത്രമാത്രം. ശരി, അത് നല്ലൊരു പോയിന്റ് ആണ്. ഇത് പലരും ലൈഫിൽ ഇല്ലാത്തതുമാണ്. എല്ലാത്തിന്റെയും കൂടെ നമുക്കും കൂടെ കുറച്ചൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. പക്ഷെ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. അതെ, ആരും ഓർക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അറിയെങ്കിൽ കൂടി നമ്മളെ ഒട്ടും അവെയർ അല്ല അതിന്. അതെ, നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ് അല്ല. ശരിക്കും നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവണം. നമ്മൾ ഫിസിക്കലി മെന്റലി നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ശരിക്കും നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കണത് കേട്ടാ. നമ്മള് അപ്പോഴായിരിക്കും നമുക്ക് മറ്റുള്ളവരോട് ശരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇതായിരിക്കും, നമ്മളത് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ അതും കൂടെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ശരിക്കും സന്തോഷത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കണം. നമുക്ക് ഇപ്പൊ നമ്മുടെ സൃഷ്ടാവ് തന്നിട്ടുള്ള നമ്മുടെ ലൈഫിനെ നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മൾ ആസ്വദിക്കുകയും വേണം. അപ്പോഴാണ് ശരിക്കുള്ള സന്തോഷം ഉണ്ടാവുക. അതാണ് ഈ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെയും വ്യക്തികളെയും സമൂഹത്തെയും നമുക്ക് ഉള്ളു തുറന്ന് സ്നേഹിക്കാനും പരിപാലിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ മാഡം ഇതൊന്നും അറിയാത്തോണ്ടല്ല, ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മൾ പലപ്പോഴും അതിനൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ക്ലാസ്. അങ്ങനെ ഓർമ്മപ്പെടുത്തൽ ഒരുപാട് താങ്ക്സ്. ഒരുപാട് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. മാത്രമല്ല അതിനുള്ള കുറെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്നല്ലോ.
ഓക്കെ, താങ്ക് യു. അതെ, യു വെൽക്കം. സോ താങ്ക് യു മാം, സെഷൻ വളരെ വൈൻഡപ്പ് നല്ല ചെയ്യാം. ക്ലാസ് ആയിരുന്നു. നമുക്കറിയുന്ന പോയിന്റ്സ് തന്നെ മാം ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തി. അറിയുന്ന ഒരുപാട് കാര്യം, പക്ഷെ ആരും ഓർക്കാറില്ല, ആരും ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. വെരി നൈസ് ക്ലാസ്. താങ്ക് യു. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? താങ്ക് യു അഫ്നാൻ മാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭദിനം ഒരിക്കൽ കൂടി നേരുന്നു. ബൈ.